അജു ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അജു, നീ എന്നാ പറഞ്ഞതിപ്പോ? ആലോഷി ഒന്നുകൂടി ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല അല്ലേ? കല്യാണം മുടങ്ങിയതോടെ അവിടെ എവിടെയോ കിടന്ന ഒരു വിളയെ പൊക്കി. അജു പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും ആലോഷിയുടെ വലത് കൈ ഉയർന്നു താണ് അവന്റെ കവിൾത്തടം പുകച്ചു. എന്തു പറഞ്ഞടാ നീ? അവന് നേരെ വിരൽ ചൂണ്ടി കോപത്തോടെ നിന്ന് ആലോഷി. അവന്റെ കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു. ഡാ, നീ എന്താ കാണിച്ചത്? അവൻ ചോദിച്ചത് തെറ്റാണോ? നീ പറഞ്ഞത് മുഴുവനും കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പെണ്ണ്. പപ്പ പുച്ഛത്തോടെ പറഞ്ഞു. അലക്സി, മതി, നിർത്തിപ്പോ. ഇത് ഹോസ്പിറ്റലാണ്, ചന്തയല്ല. അവന് പറയാനുള്ളത് പറഞ്ഞു. വിശ്വസിക്കാൻ പ്രയാസമാണെന്നും അറിയാം. നമുക്ക് വീട്ടിൽ ചെന്ന് വിശദമായി സംസാരിക്കാം. ഒരാളും ഇവിടെ നിൽക്കണ്ട. അതുവരെ മൗനം പാലിച്ചിരുന്ന അപ്പച്ചൻ്റെ ഭാവം കണ്ട് എല്ലാവരും ഭയന്നു. മോനെ ആലോഷി, നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ത്രേസിക്കുട്ടിയും അത് വിശ്വസിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അവളെ റൂമിലേക്ക് ഇന്ന് കൊണ്ടുവരും. എന്നിട്ട് എന്ത് വേണമെന്ന് ആലോചിക്കാം. നീ വിഷമിക്കേണ്ട. വല്യപ്പച്ചൻ്റെ വാക്കുകൾ കേട്ട് എങ്കിലും അവൻ്റെ മനസ്സിൽ സ്വന്തം മനിയൻ തെറ്റിദ്ധരിച്ചു പോയ വിഷമമായിരുന്നു. അപ്പോഴേക്കും അജു നടന്നു കഴിഞ്ഞിരുന്നു. അപ്പച്ചനെ അമ്മച്ചി കാണുമെന്ന് പറയുന്നു. ഒരു നേഴ്സ് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. നീ ഇവിടെ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. പറഞ്ഞുകൊണ്ട് വല്യപ്പച്ചൻ അകത്തേക്ക് കയറിപ്പോയി. ആലോഷി അവിടെ കണ്ട കസാരയിൽ തളർന്നിരുന്നു. ഏത് നേരത്താണാവോ എറണാകുളത്തിന് കയറ്റിയെടുക്കാൻ തോന്നിയത്. എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനായല്ലോ. ഇന്നേ വരെ ഒരു പെൺകുട്ടിയെ പോലും മനസ്സിൽ കയറിക്കൂടിയിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നാലെ കൂടിയവരെയെല്ലാം ദേഷ്യത്തോടെ പെരുമാറി ആരും പിന്നെ അടുക്കാതെയായി. ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാണല്ലോ ക്രോശിക്കുന്നത് കർത്താവേ. അല്ല, എനിക്കിത് തന്നെ വേണം. നീയും കുറെ ചുമന്നതല്ലേ ചെയ്യാത്ത കുറ്റത്തിന്. ഒരു പെൺകുട്ടിയെ മരിക്കാൻ പോകുന്നത് കണ്ട് രക്ഷപ്പെടുത്തി ഞാനിപ്പോൾ കുറ്റക്കാരൻ. ശരി, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആലോചി സ്വയം മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അകത്തേക്ക് കയറി വരുന്ന കണ്ട് അമ്മച്ചി എഴുന്നേറ്റിരിക്കണം എന്ന് അടുത്ത് നിൽക്കുന്ന നേഴ്സിനോട് പറഞ്ഞു. അവർ കട്ടിലിൻ്റെ ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് തല ഉയർത്തി വെച്ചു. എന്നതാ മനുഷ്യൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? എൻ്റെ കൊച്ചിനെ അവർ എല്ലാം കൂടി കൊത്തിപ്പറിച്ചു അല്ലേ? അല്ലു എന്നോടെല്ലാം പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നത്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവർ ആരും എൻ്റെ കൊച്ചിനെ വിശ്വസിക്കില്ലാന്ന്. ഭാര്യയുടെ വാക്കുകൾ കേട്ട് അയാൾ അവരെ സൂക്ഷിച്ചു നോക്കി. നിന്നോട് അവനെല്ലാം പറഞ്ഞു അല്ലേ? അയാൾ ചോദിച്ചു. അതെ, എന്നെ ഇവിടുന്ന് ഒന്ന് പുറത്തേക്ക് ഇറക്കോ? ഞാൻ എല്ലാത്തിനെയും ശരിയാക്കി കൊടുക്കാം. പെറ്റതേയുള്ളൂ എല്ലാത്തിനെയും. എൻ്റെ ഈ കൈകളിലാണ് 6 പേരും വളർന്നത്. ആ അധികാരം വെച്ച് പറയാം. എൻ്റെ കൊച്ചുങ്ങൾ കർത്താവിന് നിരക്കാത്തതൊന്നും ചെയ്യുകയില്ല. അവരുടെ മുഖം മുറുകി. നീ ഒച്ചയെടുക്കണ്ട, നമുക്ക് എന്നതായാലും ചെയ്യാം. ഭാര്യയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം. ഞാൻ റൂമിലേക്ക് വന്നിട്ട് എനിക്ക് ആ കൊച്ചിനൊന്ന് കാണണം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അവരുടെ സ്വരം വല്ലാതെ കടുത്തിരുന്നു. അതങ്ങനെ തന്നെയാണ്. തൻ്റെ കൂടെ കുഴിയതിനു ശേഷം വല്ലാത്ത ആത്മധൈര്യമാണ് ത്രേസ്യ കൊച്ചിന്. താൻ പകച്ചു നിന്നിടത്തെല്ലാം ധൈര്യം തന്ന് കൂടെ നിന്നവൾ. ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് സംസാരത്തിൽ. ശരി, ഞാൻ പുറത്തുണ്ട്. ആലോഷിയും ബാക്കി എല്ലാവരെയും ഞാൻ റൂമിലേക്ക് ഓടിച്ചു വിട്ടു. അലക്സിയും സൂസിയും മജോയും മാത്രമാണ് ഇവിടെയുള്ളത്. എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവർ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ വരും നിന്നെ റൂമിലേക്ക് മാറ്റിയാൽ. അതിനവർ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്നും മൂളി തിരികെ വന്ന് നെറ്റിയിൽ കൈവച്ച് കണ്ണുകളടച്ച് കസറിൽ ചാരിയിരിക്കുന്ന ആലോഷിയുടെ അടുത്ത് വന്നിരുന്നു. വല്യപ്പച്ചൻ്റെ സാന്നിധ്യം അറിഞ്ഞ അവൻ കണ്ണുകൾ തുറന്നു. വല്യമ്മച്ചോട് പറഞ്ഞോ? ആലോഷി ചോദിച്ചു. നീ എല്ലാം അവളോട് പറഞ്ഞതല്ലേ? പക്ഷേ ഇവിടെ നടന്നതെല്ലാം അവൾ മുൻകൂട്ടി കണ്ടു. ചെന്നപാട് നിന്നെ അവർ കൊത്തിപ്പറിച്ചു അല്ലേ എന്നാണ് ചോദിച്ചത്. വല്യപ്പച്ചൻ പറഞ്ഞു കേട്ട് ഒന്നും മിണ്ടാതെ ഇരുന്നു ആലോഷി. സമയം കടന്നുപോയി. വരാന്തിയിൽ ആളുകളുടെ എണ്ണം കൂടി. കൂട്ടിരിപ്പുകാർ റൂമിൽ നിന്നും ഇറങ്ങി വന്ന് കസേരകളിൽ സ്ഥാനം പിടിച്ചു. അവിടുത്തെ മൂകത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം അവനെ ശ്വാസം മുട്ടിച്ചു. ആലോഷിച്ചായ എന്ന് വിളിച്ചുകൊണ്ട് ബിനുവും അജിയും മൂടി വന്നത്. എന്നാത്തിനാടാ കാറ് വിളിക്കുന്നത്? എനിക്ക് ചെവി കേൾക്കാം. ആലോഷി അവരോട് ദേഷ്യപ്പെട്ടു. അല്ല, പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ വിളിച്ചു പോയതാണേ, അജി ചിരിയോടെ പറഞ്ഞു. അതെ, ഇച്ചൈൻ്റെ വണ്ടിയിലൊരു പെണ്ണ് കയറിയിരിക്കുന്നു. കയ്യിൽ കുറെ വളകളും കാലിലാകെ കിലുങ്ങുന്ന കൊലുസുകളും ഒരു തമിഴത്തിലൊക്കെ. എന്നാൽ മുഖം കണ്ടാലത് പറയില്ല. നല്ല ഐശ്വര്യമുള്ള കൊച്ച്. കയ്യിലൊരു ബാഗുമുണ്ട്. എവിടുന്ന് ചാടി വന്നതാണെന്ന് തോന്നുന്നു. കൈയോടെ പിടിച്ച് പുറത്താക്കി. അല്ല, നല്ല ആളുടെ വണ്ടിയിലാണ് കയറിയിരിക്കുന്നത്. പിന്നു അത് പറഞ്ഞപ്പോൾ ആലോഷി ചാടി എഴുന്നേറ്റു. കർത്താവേ! നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വെടികൊണ്ട പന്നിയെപ്പോലെ ആലോഷി പുറത്തേക്ക് പാഞ്ഞു. അല്ല വല്യപ്പച്ച, ഇതെന്തു പറ്റി? ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞാലും കേൾക്കാൻ നിൽക്കാത്ത ആളാണ് ഇപ്പോൾ വെടികൊണ്ട പോലെ പായുന്നത്. അജി വല്യപ്പച്ചനോട് ചോദിച്ചു. അത് പിന്നെ അവൻ കൊണ്ടുവന്ന കുട്ടിയാണ്. വല്യപ്പച്ചൻ കാര്യങ്ങൾ ചുരുക്കി അവരോട് പറഞ്ഞു. അത് നന്നായി. എന്നായാലും ഈച്ച എന്നെ ഒരു നല്ല കാര്യം ചെയ്തത്. അതിലൊരു തെറ്റുമില്ല.
ഇരുവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അതെ, നിങ്ങളാണ് എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കിയത്. വല്യപ്പച്ചൻ ഇരുവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആലോഷി ഓടിപ്പാഞ്ഞ് ജീപ്പിനരികിലെത്തുമ്പോൾ അവൻ ഇറങ്ങി പോകുമ്പോൾ ഇരുന്നിടത്തന്നെ ചന്ദന ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ ശ്വാസം നേരെ വീണു. അവനെ കണ്ടതും അവൾ വേഗം ഇറങ്ങി. അവളുടെ കണ്ണുകൾ എന്തൊക്കെയോ പരിഭവങ്ങൾ പറയുന്നത് പോലെ തോന്നി അവന്. നീ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയോ? ശബ്ദം ഉയർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ പേടിച്ച് വിറച്ചുപോയി. അത് പിന്നെ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. അവരുടെ വണ്ടിയാണ്, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടേക്ക് മാറി നിന്നു. അവൾ പാർക്കിങ്ങിലെ ഒരു വലിയ മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ. എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഇരിക്കാൻ, പിന്നെ എന്തിനാ പുറത്തേക്ക് ഇറങ്ങിയത്? അവരോട് പറയാമായിരുന്നില്ലേ നീ എൻ്റെ കൂടെ വന്നതാണെന്ന്? അവൾ എന്തു പറയും എന്നറിയാനുള്ള ആകാംക്ഷയോടെ ചോദിച്ചു അവൻ. അത് പിന്നെ അവർ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. എനിക്ക് അവരെ കണ്ടപ്പോൾ പേടിയായി. അവളുടെ വലിയ കൃഷ്ണമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് നോക്കി നിന്ന് പോയി ആലോഷി. ഇവളുടെ ഈ കണ്ണുകൾ മുൻപ് എവിടെയോ കണ്ടു മറന്നതുപോലെ. ബാഗ് മാറോട് അടുക്കി പിടിച്ചു നിൽക്കുന്ന അവളുടെ ഇരു കൈകളിലും നിറഞ്ഞു കിടക്കുന്ന വളകൾ അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വന്ന അവളുടെ രൂപം, കുഞ്ഞു മുഖവും പീലി നിറഞ്ഞ വലിയ കണ്ണുകളും നീണ്ടു വളഞ്ഞ മൂക്കും കുഞ്ഞു ചുണ്ടുകളും തെളിഞ്ഞു കാണുന്ന കുഞ്ഞു പൊട്ടുപോലുള്ള മാർഗ്. അവളുടെ മുഖത്തിന് ഭംഗി കൂട്ടി. മെലിഞ്ഞ ശരീരം, നീണ്ട മുടി, വെളുത്ത തൊടുത്ത കവിളുകൾ. തനിക്ക് എന്താ സംഭവിക്കുന്നത്? ആലോഷി തല ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് വലത് കൈ ചുരുട്ടി ജീപ്പിൻ്റെ ബോണറ്റിലിടിച്ചു. അത് കണ്ട് അവൾ പേടിയോടെ ഒന്നുകൂടി ഭാഗം മുറുകെ പിടിച്ചു. ഞാൻ പൊയ്ക്കോളാം. എന്നെ ഓർത്ത് നിർത്തിക്കോ. ഇനി നീ വാ തുറന്നാൽ നിന്റെ വായിലെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. വാടി എൻ്റെ കൂടെ. അവളുടെ വലത് കൈ ഇടത് കൈ കൊണ്ട് പിടിച്ച് അവൻ നടന്നു. പിന്നലെ നടക്കുന്ന അവളുടെ കൈ വേദനിച്ചു. മുറിവിലാണ് അവൻ്റെ പിടി മുറുകിയിരിക്കുന്നത്. മുറിവിലും ചോര കിരിഞ്ഞു. വെളുത്ത തുണി ചുവപ്പ് പടരാൻ തുടങ്ങി. ഐസിവിൻ്റെ മുന്നിൽ ചെന്നാണ് അവൻ ആ പിടി വിട്ടത്. എല്ലാവരും അവളെ നോക്കി. മകൻ കൈ പിടിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ കണ്ട് സൂസിയുടെ മുഖം ഇരുണ്ടു. ഇവിടെ ഇരുന്നോണം. അറ്റത് ജനലിന് അരികിൽ കിടന്ന കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. തല കുണിച്ച് ചന്ദന അവിടെ പോയിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈ ആരും കാണാതെ മറിച്ച് പിടിച്ചുകൊണ്ട് അവളിരുന്നു. ആലോഷി പിന്നെ ആരെയും നോക്കിയില്ല. ഇടയ്ക്ക് അവളിലേക്ക് നോട്ടം പാറി വീണു. അവളുടെ കയ്യിൽ നിന്നും ചോര വരുന്നത് കണ്ട് വേഗം ഓടിച്ചെന്ന് കൈ പിടിച്ച് നോക്കിയവൻ. മുറിവ് എവിടെയെങ്കിലും തട്ടിയോ? ചോര വരുന്നുണ്ടല്ലോ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ. അത് പിന്നെ കൈ പിടിച്ച് മുറുക്കി നടന്നപ്പോൾ അവളുടെ സ്വരം ഇടറി. എടി, നിന്റെ വായിൽ വല്ലതും ഉണ്ടായിരുന്നോ? പറയാമായിരുന്നില്ലേ കൈ വേദനിക്കുന്നുവെന്ന്? എൻ്റെ കർത്താവേ, ഇതെന്ത് ജന്മമാണ്? ആരോടുന്നില്ലാതെ പറഞ്ഞു അവൻ. മോളെ കൊണ്ടുപോയി കാഷ്വാലിറ്റിയിൽ ഒന്ന് കാണിക്ക്. ചിലപ്പോൾ മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലോ? വല്യപ്പച്ചൻ അവൻ്റെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി, ഞാൻ ഇപ്പോൾ വരാം, വാ. അവൻ വിളിച്ചപ്പോൾ പിന്നാലെ പോയി ചന്ദന. നന്നായി ഇതുപോലെ ഒന്നിനെ കിട്ടിയത്. ഈച്ചതിന് പല്ല് കടിച്ച് വായിലൊരു പല്ല് പോലും കാണത്തില്ല കുറച്ച് കഴിയുമ്പോൾ. അജി പറഞ്ഞ് തമാശ കേട്ട് ബീനു മാത്രം ചിരിച്ചു. ഏറ്റില്ല. അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അജി. ആലോഷി നേരെ കയറി ചെന്ന് ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞു. കുപ്പിവെള്ള പൊട്ടി മുറിഞ്ഞതാണ്. എങ്ങനെ പൊട്ടാതിരിക്കും? ഒരു ഡസൻ ഉണ്ടല്ലോ ഓരോ കൈകളിലും കാലിലുമാക്കി കിലങ്ങി. നാഗവല്ലിയല്ലേ? അവൻ പറഞ്ഞിട്ട് അവളെ നിന്ന് തർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞു കിട്ടി ചിരിച്ചു പോയി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും നേഴ്സും മുറിവ് ഡ്രസ് ചെയ്യാൻ കൊണ്ടുപോയി അവളെ. അവളുടെ കയ്യിലിരുന്ന ബാഗ് അവൻ വാങ്ങിപ്പിടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുറിവ് കെട്ടി തിരികെ വന്നു അവള്. ബാഗ് അവളെ ഏൽപ്പിച്ച് ആലോഷി തിരിച്ചു വരുമ്പോൾ വല്യമ്മച്ചയെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. ആലോഷിയുടെ പിന്നിൽ നടന്നു വരുന്ന കുട്ടിയിലായിരുന്നു വല്യമ്മച്ചിയുടെ കണ്ണുകൾ. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. റൂമിൽ എത്തിപ്പിടിച്ച് കിടത്താൻ എല്ലാവരും നിന്നപ്പോൾ അമ്മച്ചി വിലക്കി. മോനെ അല്ലൂ, നീ എടുത്ത് കിടത്തിയാൽ മതി, ഒരെണ്ണം തൊട്ടു പോകരുതനെ. അമ്മച്ചി പറഞ്ഞു കിട്ട് എല്ലാവരും ഞെട്ടി. എന്നാ അമ്മച്ചി? അലക്സി ചോദിച്ചപ്പോൾ അമ്മച്ചി കത്തുന്ന നോട്ടം നോക്കി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിയാത്ത താന്തയും തളയും. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ആലോഷി മുന്നോട്ട് വന്ന് അവരെ എടുത്ത് പൊക്കി വീട്ടിൽ കിടത്തി. ഇവളെൻ്റെ കൂടെ ഇവിടെ നിൽക്കും, ആരും ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോ. വീട്ടിൽ വന്നിട്ട് ഞാനെൻ്റെ തീരുമാനം എല്ലാവരെയും അറിയിക്കാം. വല്യമ്മച്ചി പറഞ്ഞിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. എന്നതാ വല്യമ്മച്ചി പറയുന്നത്? എവിടെ അറിഞ്ഞ ഒരുത്തി വന്നപ്പോൾ ഞങ്ങളെല്ലാം മാട്ടിപ്പായിക്കുകയാണോ? അജി ദേഷ്യത്തിൽ ചോദിച്ചു. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നിന്റെ കല്യാണം ഒരു മുടക്കം കൂടാതെ നടക്കും. ലില്ലിക്കുട്ടിയുടെ അപ്പൻ തോമാച്ചിന് എനിക്ക് വാക്ക് തന്നതാണ്. അവളുടെ കഴുത്തിൽ ആരെങ്കിലും മിന്നു കിട്ടുന്നുണ്ടെങ്കിൽ അത് നെല്ലിക്കാട്ടിലെ എൻ്റെ അനിയൻ അജോയാകുമെന്ന്. നീ എന്താ വിചാരിച്ചത്? ഞാനൊന്നും അറിയില്ലെന്നോ? അജി, നീ പേടിക്കണ്ട.
സേവിയർ ചിറ്റിലപ്പള്ളി അയാളുടെ മകൾ ആൻമേരിയെ നിന്നെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യവും സംസാരിച്ചു ഞങ്ങൾ. എൻ്റെ വിവാഹം മുടങ്ങിയത് കൊണ്ട് എൻ്റെ അനിയന്മാരുടെ പ്രേമബന്ധമൊന്നും തകരില്ല. ഞാൻ ഈ പാവംകുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മണവാട്ടിയാക്കാനൊന്നുമല്ല, ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ആലോഷി എല്ലാവരെയും ഒന്ന് നോക്കി. ആജുയുടെ കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു. ഈച്ചായ, ഞാൻ ആലോഷിയെ കെട്ടിപ്പിടിച്ചു അജോയ്. കരയരുത്, നിഴല് പോലെ നിങ്ങളുടെ ഓരോരുത്തരെയും പുറകിലുണ്ട് ഇച്ഛായൻ. എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. കൊള്ളാം, നന്നായിരിക്കണം. വാതിൽക്കുന്ന ടോണി കൈയടിച്ചു. ഇതാണ് ആൺകുട്ടി, നെല്ലിക്കാട്ടിൽ ആലോഷി അലക്സ്. ഇവനെ പോലെ ഒരു ഇച്ഛായനെ കിട്ടിയതിൽ ദൈവത്തിന് സ്തുതി പറ. ഇതൊന്നും കണ്ട് നീ പേടിക്കേണ്ട കൊച്ചേ. നിന്നെ സംരക്ഷിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ചന്ദനയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ടോണി പറഞ്ഞു. അല്ല, എപ്പോൾ ലാൻഡ് ചെയ്തു മുടിയനായ നെല്ലിക്കാട്ടിൽ ഇളയ സന്തതി? ടോണി ഇളയപ്പൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് ആലോഷി ചോദിച്ചു. നിന്റെ മനസ്സമ്മതം കൂടാൻ വന്നതാണ്. വന്നപ്പോഴാണ് എൻ്റെ കൊച്ചു വീണുപോയത്. പിന്നെ ഇവിടെ എങ്ങ് കൂടി. അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഇളയപ്പനും കൊച്ചുമകനും പുറത്തേക്ക് പോയി. എല്ലാവരുടെ നോട്ടവും തനിക്ക് നെറിയായതുകൊണ്ട് തല കൊനിച്ചു നിന്ന് ചന്ദന. മോളെ, ഇവിടെ വാ, അമ്മച്ചിൻ്റെ അടുത്തിരിക്കുക. ചന്ദന പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കുഞ്ഞ് തെറ്റൊന്നും ചെയ്യത്തില്ല. ഇത്തിരി ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ. നീ പേടിക്കണ്ട, നിന്നിവിടെ ആരും ഒന്നും ചെയ്യില്ല. അമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും പൊയ്ക്കോ, ഇവിടെ എനിക്കെൻ്റെ ആലോഷ്യം മതി കൂട്ടിന്. കണ്ടല്ലോ എല്ലാം അവൻ്റെ കൂടപ്പുറപ്പ് സ്നേഹം. അമ്മച്ചി പിന്നെ ശബ്ദം ഉയർത്തിയപ്പോൾ എല്ലാവരും പുറത്തേക്കിറങ്ങി. ചന്ദന അമ്മച്ചിയുടെ അരികിൽ മടിച്ചിരുന്നു. മോള് ഇതൊന്നും കണ്ട് പേടിക്കേണ്ട, ആരും നിന്നെ ഒന്നും ചെയ്യത്തില്ല. കഴിഞ്ഞതൊക്കെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു. അതൊന്നും ഇനി ആലോചിക്കേണ്ട. ഒരു സ്വപ്നം കണ്ട് ഉണർന്നതാണെന്ന് കരുതിയാൽ മതി. ഈ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചേച്ചും വായോ. നിനക്ക് മാറി കൊടുക്കാനുണ്ടോ? ഇല്ലെങ്കിൽ അല്ലുവിനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. വല്യമ്മച്ചി വാത്സല്യത്തോടെ അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഉണ്ട്. അവളുടെ പതിഞ്ഞ സ്വരം കേട്ടു അവർ. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ട് ഒരു വേദന തോന്നി അവർക്ക്. ചന്ദന പതി എഴുന്നേറ്റ് ബാഗിൽ നിന്നും മാറാനുള്ളതെടുത്ത് ബാഗ് താഴെ വെച്ച് ബാത്റൂമിലേക്ക് കയറി. നീ എന്നാ പണിയാ കാണിച്ചത്? എല്ലാവരെയും എന്ത് കാര്യത്തിനാ ഓടിച്ചു വിട്ടത്? ചോദിച്ചുകൊണ്ട് അപ്പച്ചൻ വന്ന അമ്മച്ചിയുടെ അരികിൽ കസേര വലിച്ചിട്ടിരുന്നു. അതെ, അതിനൊരു കാരണമുണ്ട്. ഈ മോളെ അവിടേക്ക് തനിയെ വിട്ടാൽ അവർ എല്ലാവരും കൂടി ഇതിനെ മണ്ടക്കി കയറും. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആരും ചുള പറയില്ല. അതൊരു പാവം കുട്ടിയാണ്. അവരോട് മത്സരിച്ച് നിൽക്കാനാകില്ല അതിന്. അമ്മച്ചി ആലോചനയിൽ പറഞ്ഞു. ഒരു കണക്കിന് ശരിയാ നീ പറഞ്ഞത്. ഇനി വീട്ടിലുള്ളവർ അറിഞ്ഞാൽ അവിടെ അവസ്ഥ എന്താകുമോ എന്തോ. അയാൾ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഒന്നും ഉണ്ടാകില്ല. പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു തീരുമാനം എടുക്കണം. മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി. ഇനി എനിക്ക് എല്ലാവരെയും ഒരേ കണ്ണിൽ ചേർത്ത് കൊണ്ടുപോകാൻ ഒക്കില്ല. പണ്ടത്തെ കാലവുമല്ല. സൂസിയും ലോസിയും ഒരുമിച്ച് നിന്നതുപോലെ ഇനി വരുന്നവർ നിൽക്കണമെന്നില്ല. പോരാത്തതിന് സൗകര്യക്കുറവും. അതുകൊണ്ട് അവർ നിർത്തിക്കൊണ്ട് ഭർത്താവിനെ നോക്കി. അയാൾ അവരെ പുരികം ചൊളിച്ച് നോക്കി. അതുകൊണ്ട് എന്താ കൊച്ചിൻ്റെ മനസ്സിൽ പറ? 2 വീട് പണിയണം. ഒന്ന് അലക്സിക്കും, ഒന്ന് ജോണിക്കും. മക്കളും മരുമക്കളുമായിട്ട് അവർ സന്തോഷമായി കഴിയുന്നത് നമുക്ക് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കാണാം. അവർ മുഖത്തെ വിഷമം മറച്ചു പിടിച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. അയാൾ അരുതാത്തെന്തോ കേട്ടതുപോലെ അവരെ നോക്കി. ഭാഗം വയ്ക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അയാൾ ഒന്നുകൂടി ചോദിച്ചു. അല്ല, 2 വീടുകൾ. അതിലേക്ക് അവർ മാറട്ടെ. കല്യാണം കഴിഞ്ഞ് അവർ അവിടെ ജീവിക്കട്ടെ. ഒരുമിച്ചിന് നിന്നാൽ ശരിയാകില്ല. എന്നായാലും വേണം. നമ്മളിരിക്കുമ്പോൾ അത് എല്ലാം ശരിയാക്കി കൊടുക്കണം. പിന്നീട് അവർ വഴക്ക് കൂടരുത്. ഭാര്യ പറഞ്ഞതൊരു കാര്യമുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി അയാൾക്ക്. ശരി, ആദ്യം നീ വേഗം സുഖപ്പെട്ട് വീട്ടിലേക്ക് വാ. എന്നിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് ആലോചിക്കാം. എല്ലാവരുടെയും അഭിപ്രായം അറിയിക്കുകയും വേണം. ഭർത്താവിന് താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായതിൽ സന്തോഷം തോന്നിയവർക്ക്. ചന്ദന കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നു. അവളുടെ നീണ്ട മുടിയിൽ നിന്നും വെള്ളം ഇറ്റ് വീണുകൊണ്ടിരുന്നു. നീ തല തോർത്തിയില്ലേ മോളെ? വല്യമ്മച്ചി ചോദിച്ചു കേട്ട് ചന്ദന നോക്കി. അത് പിന്നെ തോർത്തില്ല. അവൾ വല്യപ്പച്ചനെ പേടിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇന്നലെ 2 തുവർത്ത് വാങ്ങിയായിരുന്നല്ലോ. വല്യപ്പച്ചൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഷെൽഫിലെ ബാഗിലും തോർത്തെടുത്ത് അവളെ നിരക്ക് നീട്ടി. പോയി തല തുടച്ചു വായോ. അവളത് വാങ്ങി തിരിച്ച് ബാത്റൂമിലേക്ക് കയറി. തല നന്നായി തുവർത്തി തോർത്തിൽ മുടി ചുറ്റി വെച്ചു. അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. വല്യപ്പച്ചനും വല്യമ്മച്ചിയും തന്നോട് സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. അതുമാത്രം മതി തനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ. എൻ്റെ കണ്ണ, എനിക്കായി ഇനി എന്തൊക്കെ പരീക്ഷണങ്ങളാണ് കരുതി വെച്ചിരിക്കുന്നത്? അവൾ സ്വയം തന്നോട് തന്നെ ചോദിച്ചു. തിരിച്ചവൾ ഇറങ്ങി വന്നു. നിങ്ങൾ പോയി ക്വസ്റ്റ്യൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വായോ. മുഖം കണ്ടോ, ആകെ വാടിയിരിക്കുന്നത്. അമ്മച്ചി പറഞ്ഞപ്പോൾ ചന്ദന പെട്ടെന്ന് വിലക്കി. എനിക്ക് ഒന്നും വേണ്ട, വിശപ്പില്ല. അവൾ സ്വരം വളരെ താഴ്ത്തി പറഞ്ഞു. നീ ഇവിടെ ആരെയെ പേടിക്കുന്നത്?
ഇത്ര പതിയെ പറയാൻ? കൊച്ചു ഉറക്കെ പറ, കേൾക്കാനില്ല. വല്യമ്മച്ചി കുറിച്ചൊരു ഗൗരവത്തോടെ പറഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി. ഓ, നിനക്കപ്പോൾ ചിരിക്കാനൊക്കെ അറിയാം അല്ലേ? ചിരിയോടെ പറഞ്ഞു വല്യമ്മച്ചി. നീ ഇവിടെ ഇരിക്കെ. വല്യപ്പച്ചൻ കോബേട്ടിലേക്ക് ഇരുന്ന് കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ മടിയോടെ നിന്നു. വാ പെണ്ണെ, നിന്ന് താളം ചവിട്ടാതെ, വല്യമ്മച്ചി പറഞ്ഞപ്പോൾ അവൾ വേഗം അവിടെ ഇരുന്നു. അപ്പോഴാണ് പുറത്തേക്ക് പോയ അലോഷിയും ഇളയപ്പനും തിരിച്ചു വരുന്നത്. അവൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. അകത്തേക്ക് കയറിയ ഒരു നിമിഷം ചന്ദനെ നോക്കി നിന്ന് പോയി അലോഷി. ചന്ദനം നിറമുള്ള പാവാടയും ബ്ലൗസും അതിന് മെറൂൺ കളർ ദാവണി കൊടുത്ത് മുടി ഒന്നാകെ തോട്ടൽ ചുറ്റി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. വേറെ ഒരു ചമയം മുഖത്തില്ല. എന്നിട്ടും അവളുടെ വിടർന്ന കണ്ണുകളിൽ തിളക്കം കണ്ടവൻ. അവളുടെ ചുണ്ടിന് മുകളിൽ കുഞ്ഞു കറുത്ത മാർഗ് ഒന്നുകൂടി തെളിഞ്ഞു കണ്ടു. കുളി കഴിഞ്ഞ് ഇറങ്ങിയതേയുള്ളൂ എന്ന് അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ട് അവന് നൂല് പോലെ ഒരു മാലയുണ്ട് കഴുത്തിൽ. അവരെ കണ്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു. ആലോഷി പെട്ടെന്ന് തല കുടഞ്ഞ് നോട്ടം മാറ്റി. ദാ മോളെ, ഇത് അമ്മച്ചി കഞ്ഞിയാണ്, കൊടുക്ക്. ഇളയപ്പൻ്റെ കയ്യിൽ നിന്നും വേഗം അത് വാങ്ങി ചന്ദന. ദാ, ഇത് നിനക്കും വല്യപ്പനും. ആലോഷി നീട്ടി പൊതി വാങ്ങി വിറപ്പുണ്ട കൈകളോടെ. അവൻ അവളെ നോക്കാതെ അമ്മച്ചിയുടെ അടുത്തിരുന്നു. ഞാനൊന്ന് വീട്ടിൽ പോയിച്ചും വരാം. മനസ്സമ്മത ഡ്രസ്സാണിത്. നാറി തുടങ്ങി. ഞാൻ നാറിയ പോലെ. അവൻ്റെ വാക്കുകളിൽ ചെറിയ നോവ് പടർന്നു. എനിക്കും വീട്ടിലൊന്ന് പോകണം. ഞാനും ഡ്രസ്സൊന്ന് മാറി വരാം. ഇനി അവിടെ നിന്ന് ആരെയും ഇവിടേക്ക് പ്രതീക്ഷിക്കേണ്ട, വല്യപ്പച്ചൻ പറഞ്ഞു. വേണ്ട, ഇവിടെ എനിക്ക് എൻ്റെ ടോണി മോനും ആലോഷി മോനും നിങ്ങളും പിന്നെ എൻ്റെ ഈ കൊച്ചുമോളും മതി, ചന്ദനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ. അവരുടെ സംസാരത്തിൽ നിന്നും തന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ആളുടെ സമ്മതം മുടങ്ങിയതാണെന്ന് മനസ്സിലായി അവൾക്ക്. മോനെ, അത് പോട്ടെ, നിനക്ക് രാജകുമാരിയെ പോലെ ഒരു പെൺകുട്ടി വരും, വല്യമ്മച്ചി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഈ കലിപ്പിനെ കെട്ടാൻ കുറേ വരും രാജകുമാരി. ഇനി വന്നാൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് മതിയാക്കി പോകും. ഇത്ര തീർച്ചയായി സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ചന്ദന ഉള്ളിൽ പറഞ്ഞൊരു ടേബിളിൽ പൊതി വെച്ചു കഞ്ഞി കൊടുക്കാൻ പാത്രം തിരഞ്ഞു. ഒരു കവറിൽ പാത്രം ഇരുന്നിരുന്നു. അതെടുത്ത് കോരി കുടിക്കാൻ സ്പൂണും നോക്കിയെടുത്തു. തോരനിടാൻ കുഞ്ഞു പാത്രവും എടുത്ത് കഴുകി വന്നു. അലോഷി അവൾ ചെയ്യുന്നത് നോക്കിയിരുന്നു. എന്തിനും ഒരു താളമുണ്ട്. നടക്കുമ്പോൾ അവളുടെ കാലിൽ കിടന്ന കുലസിൻ്റെ മണികൾ കിളങ്ങി. കയ്യിൽ നിറയെ ചുവന്ന കുപ്പിവളകൾ. അവയ്ക്കിടയിലൂടെ അവളുടെ വെളുത്ത കൈത്തണ്ട് കാണുന്നുണ്ട്. അവളുടെ കൈകൾക്ക് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എടി വേഗം, വല്യമ്മച്ചി കഞ്ഞി കുടിച്ചിട്ട് വേണം എനിക്ക് പോകാൻ, ആലോഷി പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് തിന്നി വീണു. അലു, നീ കൊച്ചിനെ പേടിപ്പിക്കാതെ. വലിയ ഒച്ച തന്നെ പേടി അതിന്. എന്താ മോനെ, അതൊരു മനുഷ്യജീവിയല്ലേ, വല്യമ്മച്ചി ദയനീയമായി പറഞ്ഞു. അല്ല, ഒന്ന് പെട്ടെന്ന് എടുത്താൽ എന്താ, അവൻ അവളെ നോക്കി പറഞ്ഞു. മുഖമാകെ വിയർപ്പിൽ കുതിർന്നു പോയി അവളുടെ. പേടിക്കൊണ്ട് പെട്ടെന്ന് അവൾ എടുത്തു വന്നു. വാ, ഞാൻ എഴുന്നേൽപ്പിച്ചിരുതാം. അവൻ അമ്മച്ചിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുതി. അവൻ അമ്മച്ചിയുടെ വലത് ഭാഗത്തിരുന്നു. കയ്യിൽ സൂചിയിട്ടിരുന്നത് കൊണ്ട് പിടിച്ചു കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തരാം. ചന്ദനയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങുമ്പോഴേക്കും അവൾ പറഞ്ഞു. വേണ്ട മോളെ, ഞാൻ കുടിക്കാം. ഞാൻ തരാം, സൂചി അനങ്ങും, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. കുറച്ച് ഉച്ചത്തിൽ പറയടി. അവൻ വീണ്ടും അവളുടെ നേരെ ശബ്ദമുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ മനുഷ്യനെ ചീത്ത പറയാൻ മാത്രമേ അറിയൂ, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ കഞ്ഞി പതിയെ കോരിക്കൊടുത്തു. ആലോഷി ഓരോന്നും സംസാരിച്ചു കൊണ്ടിരുന്നു. ഇടത് ഭാഗത്തു നിന്നാണ് ചന്ദന കഞ്ഞി കൊടുക്കുന്നത്. വലത് ഭാഗത്തിരിക്കുന്ന ആലോഷിയുടെ കണ്ണുകൾ അവളുടെ കുറച്ച് മാറിക്കിടക്കുന്ന ധാവണിയുടെ വിടവിലൂടെ കാണുന്ന നാഫിച്ചുഴിയുടെ മുകളിൽ തെളിഞ്ഞു കാണുന്ന കറുത്ത വട്ടത്തിൽ കാണുന്ന കാക്കപ്പുള്ളിയിൽ പതിഞ്ഞത്. ഗോതമ്പിൻ്റെ നിറമുള്ള അവളുടെ ആലിലെ വയറിന് ഇടത് വശത്ത് കണ്ട കറുത്ത പുള്ളി. അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ വീണ്ടും അവിടേക്ക് പതിഞ്ഞു. അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൻ എന്നുകൂടി നോക്കി. തല ഇരുവശത്തേക്കും കുടഞ്ഞു. അതെ, അത് തന്നെ. ഇവൾ തൻ്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവൻ്റെ നെറ്റിയിൽ വീർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു.